തൃശൂർ തൃപ്രയാറിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച 3 പേർ അറസ്റ്റിൽ. ആദിത്യ കൃഷ്ണ, ഗോകുൽ കൃഷ്ണ, നവനീത് എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സിഗരറ്റ് ചോദിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞതിനായിരുന്നു മർദ്ദനം. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ഇപ്പോൾ ചേരും. ലെവിൻ ചേരുന്നുണ്ട്. ലെവിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? കുട്ടികൾക്ക് വല്ല പരിക്കും പറ്റിയിട്ടുണ്ടോ? ഇവരെ നേരത്തെ അറിയാവുന്ന ആളുകളാണോ ഈ മർദ്ദിച്ചിരിക്കുന്നത്? ലക്ഷ്മി, കുട്ടികളെ നേരത്തെ പരിചയമില്ലാത്ത ആളുകളാണ് ഈ സംഘം ചേർന്ന് ഈ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് തൃപ്രയാർ ഓവർ ബ്രിഡ്ജിന് മുകളിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത്. വൈകുന്നേര സമയത്ത് ഈ പ്രദേശവാസികൾ തന്നെയായിട്ടുള്ള കുട്ടികൾ ഫാദി എന്ന 16 വയസ്സുകാരനും കൂട്ടുകാരനായ ആദി ഭാസ്കറും ഈ തൃപ്രയാർ ഓവർ ബ്രിഡ്ജിന് മുകളിൽ നിന്ന് ഫോണിൽ ഫോട്ടോ എടുത്ത് നിൽക്കുന്ന സമയമാണ് ഈ സംഘം ചേർന്ന യുവാക്കൾ ഇവിടേക്ക് എത്തുകയും ഈ കുട്ടികളോട് സിഗരറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു. സിഗരറ്റ് തങ്ങളുടെ പക്കലില്ല എന്ന് ഇവർ പറഞ്ഞപ്പോൾ കുട്ടികളോട് റോഡിൽ നിന്ന് നൃത്തം ചെയ്യാൻ ഈ 3-അംഗ സംഘം ആവശ്യപ്പെട്ടു. ഇതിനും വിസമ്മതിച്ച കുട്ടികളെ ഇവർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. കൈകൊണ്ട് ശരീരത്തിലും മറ്റും മർദ്ദിക്കുകയായിരുന്നു. ഈ സംഭവം നാട്ടുകാർ കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവർ തൃശൂർ താന്യം സ്വദേശിയായ ഗോകുൽ കൃഷ്ണ, പൈനൂർ സ്വദേശിയായ നവനീത്, ആദിത്യ കൃഷ്ണ തുടങ്ങിയവരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടത്. നാട്ടുകാരെത്തിയതോടുകൂടി ഇവർ പിൻവാങ്ങുകയായിരുന്നു. കുട്ടികളുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതിപ്പെട്ടതോടുകൂടിയാണ് ഈ പ്രതികളെ 2 ദിവസത്തിന് ശേഷം വലപ്പാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളുമായി വേഗത്തിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. കൈകൊണ്ടുള്ള മർദ്ദനമാണ് എങ്കിൽ പോലും കുട്ടികൾക്ക് കാര്യമായി പരിക്കില്ല. പക്ഷേ ഇങ്ങനെയൊരു അനാവശ്യ കാര്യത്തിന്, യാതൊരു യുക്തിയും ഇല്ലാത്ത ഒരു കാര്യത്തിന് കുട്ടികളെ മർദ്ദിച്ചതിനെതിരെ വലിയ ജനകീയ പ്രതിഷേധം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതികൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ലക്ഷ്മി, തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്.